വീണ്ടും ഒരു പൊന്നോണക്കാലം എത്തുകയാണ്. ഓണം പടിവാതിൽക്കലെത്തിയതോടെ പൂവിന്റെ വിപണിയും സജീവമാകാൻ തുടങ്ങി. തിരുവല്ലയിലെ കുറ്റൂരിൽ തരിശുനിലങ്ങളിൽ പൂത്തുനിൽക്കുന്ന ചെണ്ടുമല്ലി വിളവെടുപ്പിന്റെ തിരക്കാണ്. ഓണവിപണിയെ ലക്ഷ്യമാക്കി കുറ്റൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർ നടത്തിയ പുഷ്പകൃഷിയാണ് നാടിന് സുന്ദര കാഴ്ച പകരുന്നത്. കുറ്റൂർ പഞ്ചായത്തിലെ 3, 7, 10 വാർഡുകളിൽ തരിശായി കിടന്നിരുന്ന സ്ഥലങ്ങളിലാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. ഓറഞ്ചും മഞ്ഞയും നിറങ്ങളിൽ പൂത്തുലഞ്ഞ പൂക്കൾ ഓണവിപണിയിലേക്ക് എത്താൻ ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പന്തളത്തെ കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിലെ ഫാമിൽ നിന്നുള്ള ആഫ്രിക്കൻ മാരിഗോൾഡ് ഇനത്തിൽപ്പെട്ട തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. മെയ് അവസാനത്തോടെ കുറ്റൂർ കൃഷിഭവൻ മുഖേന സബ്സിഡി നിരക്കിൽ കർഷകർക്ക് തൈകൾ വിതരണം ചെയ്തു. തൈകളുടെ ഓരോ വളർച്ചാ കാലഘട്ടത്തിലും ആവശ്യമായ പരിചരണ രീതികളും വളപ്രയോഗവും സംബന്ധിച്ച നിർദ്ദേശങ്ങളുമായി കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിലെത്തി. ആത്മപദ്ധതിയുടെ ഭാഗമായി കാർഷിക ഉപകരണങ്ങളും വളവും ലഭ്യമാക്കിയതോടെ കർഷകർക്ക് കൃഷി കൂടുതൽ സുഗമമായി. നാട്ടിൽ തന്നെ വളർത്തിയ പൂക്കൾ ഓണാഘോഷങ്ങളുടെ ഭാഗമാകുമ്പോൾ കർഷകരുടെ പ്രതീക്ഷകൾക്കും നിറം പകരുകയാണ്. കലാം കുടുംബശ്രീ അംഗങ്ങളായിരുന്നു. അതിൽ നിന്ന് 6 പേരെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഇതുപോലൊരു കൃഷി കൂട്ടായ്മ ഒരുമ എന്നുള്ളൊരു കൂട്ടായ്മ രൂപീകരിച്ച് ഇതുപോലെ ബന്ദി കൃഷി നടത്താനായിട്ട് ഒരു സ്ഥലം ഞങ്ങൾക്ക് നല്ലതായിട്ട് കിട്ടി. ഞങ്ങൾ അതിനകത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടൊന്ന് ചെയ്തതാണ്. നല്ലൊരു സ്ഥലമാണ്, വെള്ളമൊന്നും കയറാത്ത സ്ഥലം. പിന്നെ ഇത് ഞങ്ങൾ ഇത്രയും നല്ല ഇതായിട്ട് പോകുമെന്നുള്ളത് മനസ്സുകൊണ്ട് വിചാരിച്ചത് പോലുമല്ല. ഏതായാലും ഇത്രയും നല്ലതായിട്ടൊരു പൂന്തോട്ടം ഒരുക്കാനായിട്ട് ഞങ്ങൾക്ക് കൃഷി ഓഫീസറും ഞങ്ങളുടെ വാർഡ് മെമ്പറും കൃഷി ഓഫീസർമാരും എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് നല്ലതായിട്ട് ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളിത് തുടങ്ങിയ സമയത്താണെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് ഞങ്ങൾക്ക് 6 പേർക്കും ഉണ്ടായി. ഇതുകൊണ്ട് JCB കൊണ്ട് ഭരിച്ചപ്പോഴും ഞങ്ങൾക്ക് പൈസ ഞങ്ങളിൽ നിന്നാണ് എല്ലാം എടുത്തത്. അതുപോലെ തന്നെ ഈ ഇത് ഒരുപാട് ഞങ്ങൾ പ്രതിസന്ധികളും കഷ്ടപ്പാടും ഒക്കെ ഒരുപാടുണ്ടായി. എന്നാൽ ഞങ്ങൾക്ക് വെള്ളം ബുദ്ധിമുട്ടായിരുന്നു, വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ വെള്ളം കോരിയാണ് ഇതിനെല്ലാം നനച്ചതും എടുത്തതും. ഞങ്ങൾ 6 പേരും കൂടിയാണ്. അതുപോലെ ഇത്രയും നല്ല രീതി വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഞങ്ങളെ അപമാനിച്ചവരുടെ മുന്നിൽ ഞങ്ങൾ നല്ല രീതിയിൽ നിലനിന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പൂവിന് ഒത്തിരി പേര് വരുന്നുണ്ട്. അതുപോലെ ഓണവിപണി സ്കൂളുകളിലെ വീടുകളിൽ നിന്ന് പല ഇടത്തു നിന്നും ബാങ്കിൽ നിന്നായാലും ഞങ്ങൾക്ക് പൂവിൻ്റെ വില കച്ചവടം ചെയ്ത് വരുന്നുണ്ട്. കുറ്റൂർ പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് ഇത്തവണ പ്രധാനമായും പുഷ്പകൃഷി നടന്നത്. 3-ാം വാർഡിൽ കല്ലൻപറമ്പിൽ ബിനുകുമാർ ചെണ്ടുമല്ലി കൃഷി ഇറക്കി. 7-ാം വാർഡിൽ ഒരുമ കൃഷിക്കൂട്ടമാണ് പുഷ്പകൃഷിക്ക് നേതൃത്വം നൽകിയത്. 10-ാം വാർഡിൽ വഞ്ചിക്കാമ്പുഴയിൽ സന്തോഷ് VR കൃഷിയിൽ പങ്കാളിയായി. കൃഷിയില്ലാതെ കിടന്നിരുന്ന തരിശുനിലങ്ങളെ വീണ്ടും കൃഷിയോഗ്യമാക്കുന്നതിനൊപ്പം കർഷകർക്ക് അധിക വരുമാനവും സാധ്യമാക്കുന്ന മാതൃകാ പദ്ധതിയിലൂടെ ഓണവിപണിയിൽ പൂക്കൾക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.